തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോമനകൾക്കമൃതം പകരും സഞ്ചിത സംസ്കൃതി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാലയ മികവുകളെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ 3 ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങൾ ചോദിച്ചും അറിവ് കൈമാറിയും പരസ്പരം തണലായി നിൽക്കാൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് വേദി ഒരുക്കുകയാണ് ഹരിത വിദ്യാലയം. ഇന്ന് ഹരിത വിദ്യാലയത്തിൽ നാം പരിചയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ഗവൺമെന്റ് LPS കടക്കരപ്പള്ളിയെയാണ്. സ്കൂളിന്റെ വീഡിയോ പ്രൊഫൈൽ കണ്ട് മടങ്ങി വരാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ തുറവൂർ ഉപജില്ലയിലെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് കോർമശ്ശേരി LP സ്കൂൾ. 12 ക്ലാസ് മുറികളും അതിനോട് ചേർന്ന ഡൈനിങ് ഹാൾ, പാചകപ്പുരയും ഉണ്ട്. അതുകൂടാതെ ഓപ്പൺ ഓഡിറ്റോറിയവും ഉണ്ട്. മരമുത്തശ്ശിയായ സപ്പോട്ട മരവും അതിൽ ഒരു ഏറുമാടവും ഈ സ്കൂളിന്റെ പ്രത്യേകതകളാണ്. ആകെ 265 വിദ്യാർത്ഥികളും 8 അധ്യാപകരുമാണ് സ്കൂളിന്റെ ഭാഗമായുള്ളത്. സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ്, പ്രൊജക്ടറുകളോട് കൂടിയ ക്ലാസ് മുറികൾ, കുട്ടികൾക്ക് ഉല്ലാസത്തിനു വേണ്ടി പാർക്ക്, ലൈബ്രറി എന്നിവയും പ്രവർത്തിച്ചു വരുന്നു. നെൽവയൽ കർഷകരുമായി സംവദിച്ചും കൊയ്ത്തുവയലുകൾ സന്ദർശിച്ചും പാട്ടുകൾ പാടിയും കുട്ടികൾ മണ്ണിനെയും കൃഷിയെയും നാടിനെയും അടുത്തറിയുന്നു. സ്കൂളിനടുത്തുള്ള 150 വർഷം പഴക്കമുള്ള ആയുർവേദ ആചാര്യൻ ഇട്ടി അച്യുതൻ സ്മാരകവും കുട്ടികൾ സന്ദർശിച്ച് പഠനം നടത്തിയിരുന്നു. രക്ഷിതാക്കൾക്ക് കമ്പ്യൂട്ടർ സാക്ഷരതാ പരിജ്ഞാനം നൽകി നാടിന്റെ സാങ്കേതിക സാക്ഷരതയിലും സ്കൂൾ ഭാഗഭാക്കാകുന്നു. വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുരാതന വസ്തുക്കളുടെ സംരക്ഷണവും പ്രദർശനവും ക്ലബ്ബുകളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് വീടുകളിൽ കൃഷിത്തോട്ടങ്ങൾ ഒരുക്കിയും രക്ഷിതാക്കൾക്കൊപ്പം അവയെ പഠിച്ചും അവർ കാർഷിക വൃത്തിയുടെ ഭാഗമായി നിലനിന്നു. അത്യുൽപാദന ശേഷിയുള്ള നെല്ലുകൾ വിതരണം ചെയ്ത് അധ്യാപകർ അവർക്കൊപ്പം നിന്നു. പ്രധാന കവാടത്തിന് അടുത്തായി തന്നെയുള്ള ഓപ്പൺ ഓഡിറ്റോറിയവും എല്ലാ ആഴ്ചകളിലും സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ കുട്ടികളുടെ സർഗവാസനകളെയും കലാമികവുകളെയും പരിപോഷിപ്പിക്കുന്നതിൽ അധ്യാപകർ എപ്പോഴും സജ്ജരാണ്. സ്കൂളിന്റെ കൃഷിയിടങ്ങളിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളാണ് അധികവും ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയും കൂടിയാണ് സ്കൂളിന്റെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. ഓരോ രക്ഷിതാക്കളുടെയും വീടുകളിൽ സംഘടിപ്പിക്കുന്ന PTA മീറ്റിംഗ് വേറിട്ട ഒരു അനുഭവമായിരുന്നു. സ്കൂളിന് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ മികച്ച അക്കാദമിക പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി അഥവാ SCERT ഏർപ്പെടുത്തിയ മികവ് പുരസ്കാരവും മികച്ച അക്കാദമിക് കോർഡിനേറ്റർക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾക്ക് സ്കൂൾ അർഹമായിട്ടുണ്ട്. KR ഗൗരിയമ്മയെ പോലെ പ്രതിഭാധനരായ ഒട്ടേറെ വ്യക്തികൾ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായുണ്ട്. ഇനിയും രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകും വിധം പ്രതിഭാധനരായ അനേകം പൗരരെ വളർത്തിയെടുക്കാൻ സ്കൂളിന് കഴിയട്ടെ. ഈ കൊച്ചു കൂട്ടുകാരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? അതിനായി ജൂറി പാനൽ തയ്യാറായി കഴിഞ്ഞു. സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജൂറിയെ. സ്കൂൾ പ്രതിനിധികളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുമായി ജൂറി പാനൽ തയ്യാറാണ്. നമുക്ക് പോകാം വിശദമായ ചർച്ചയിൽ. അപ്പോൾ ടീച്ചറെ, എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ നിങ്ങളുടെ സ്കൂളിനെ പറ്റി വീഡിയോയിൽ ഇല്ലാത്തത്?
എല്ലാ രീതിയിലും മികവാർന്ന പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും നടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് എടുത്തു പറയാവുന്നത് ഹരിതാമൃതം എന്ന പദ്ധതിയാണ്. അത് കഴിഞ്ഞ മെയ് മാസം അവസാനം കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളോടൊപ്പം ഒരു നാഴി നെൽവിത്ത് കൊടുത്തുവിട്ടിരുന്നു. അത് വീടുകളിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊടുത്തുവിട്ടിരുന്നത്. അത് കുട്ടികളുടെ അടിസ്ഥാന പഠനശേഷി വികസിപ്പിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങളാണ് അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അവസാനം ഒക്ടോബർ മാസം വിളവെടുപ്പിന് സമയമായപ്പോൾ 150 പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ കടന്നുപോയിരുന്നു. കുട്ടിയംഗം എന്ന പേരിൽ പാർലമെൻറ്റ് രൂപീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ കനിവ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സ്കൂള് മുൻപന്തിയിൽ തന്നെയാണ്. താങ്ക് യു ടീച്ചർ. അപ്പം ബാക്കിയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാം. എല്ലാവർക്കും മലയാളം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ പര്യായ പദം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പം ഞാൻ ഒരു വാക്ക് പറയാം, അതിൻ്റെ പര്യായ പദം ചാടി ചാടി പറയണം കേട്ടോ. ആദ്യം കൈ പൊക്കുന്നവർക്കായിരിക്കും മൈക്ക് കിട്ടുക. കളി മനസ്സിലായോ? അപ്പം തുടങ്ങാം നമുക്ക് കളി. പൂവ്. ഓ, പുറകിലാ. ഏറ്റവും ആദ്യം ആ മോനാ കൈ പൊക്കിയത്. മോന് മൈക്ക് കൊടുക്കുക. ആ, മലർ. ആ, അപ്പുറത്തെ മോൾക്കൂടെ കൊടുക്കുക. കുസുമം. ആ, വെരി ഗുഡ്. ആ, അപ്പം ഇനി അടുത്തതാകാം. ഭൂമി. ദാ ഇവിടെ പൊക്കി, അവിടെ 2. ഇവിടെ മൈക്ക് കൊടുക്ക് മോൾക്ക്. ആ, മോളുടെ പേരെന്താ? ആവണി. ആവണി. ആവണി പറയൂ. ജഗത്ത്. ആ, ജഗത്ത്. കറക്റ്റ്. അവിടെ മോളുടെ പേര് പറ. പാർവതി. ആ, പാർവതി പറയൂ ഭൂമിയുടെ പര്യായം. പാര്. ആ, കറക്റ്റ്. അപ്പം ഇനി ഒന്നും കൂടെ ചോദിക്കാം അല്ലേ? അത് വളരെ എളുപ്പമുള്ളൊരു കാര്യം ചോദിക്കുന്നത്. വെള്ളം. ജലം. ആ, ജലം. പിന്നെ മോന്? നീര്. അപ്പം ഇങ്ങനെയൊക്കെ മലയാളത്തിന് ഇങ്ങനെ പര്യായപദമൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ടോ? കഥകൾ പറയാറുണ്ടോ? പറയാറുണ്ട്. എങ്ങനെയാ കഥകൾ പറയുന്നത്? ഒരു കഥയുടെ ആദ്യത്തെ ഭാഗം ഒരാൾ പറയണം, ആ, അതിന്റെ ബാക്കി മറ്റൊരാൾ പറയണം. അത് ശരി. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി പറയുമോ? ആ. ആഹാ, എന്നാ ഇപ്പം അത് കളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ തുടങ്ങട്ടെ. ഒരു ദിവസം, ഒരു ഡിസംബർ മാസം, ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി. ബാക്കി പറ. ആ, ട്രെയിന് കയറി എല്ലാ കാഴ്ചകളും കണ്ട് അവർ രസിച്ചു. ആ, അവർ രസിച്ചു. അടുത്തയാൾക്ക് കൊടുക്ക. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ആ, ഒരുപാട് സ്ഥലങ്ങളിൽ കയറി. ആ, ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. ആ, വെരി ഗുഡ്. അടുത്തയാൾക്ക് കൊടുക്ക. കഥ പുരോഗമിക്കട്ടെ. അവസാനം തിരുവനന്തപുരത്തെത്തി. എന്തിനാ വന്നത്? അവർ ഹരിത വിദ്യാലയത്തിലേക്ക് എത്തി. ആ, 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 എന്നിട്ട് അവർ കുറച്ചു സമയം കാത്തിരുന്നു. ആ, കുറച്ച് സമയം കാത്തിരുന്നു. ആ, ആ, അയ്യോ, അടുത്തയാൾക്ക് കൊടുക്കട്ടെ കഥ. ആ, അവർ അവരെ വിളിക്കുന്നത് വരെ കാത്തിരുന്നു. ഓ, അവരെ വിളിക്കുന്നത് വരെ കാത്തിരുന്നു. ആ, പിന്നെ കുറച്ച് സമയം ഊഞ്ഞാലാടി അവിടെയൊക്കെ കളിച്ചു. ആ, ഊഞ്ഞാലാടി കളിച്ചു. ആ, അവിടെ ഒരു ചേട്ടൻ ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ആ, അപ്പൊ എല്ലാരും നല്ല മിടുക്കരാകട്ടെ. എത്ര പെട്ടെന്നാ നിങ്ങൾ പറഞ്ഞത് ഒരു കഥ അല്ലേ? അപ്പൊ ഇനി ഷാനവാസ് സാർ ചോദിക്കും കേട്ടോ. കിലുക്കാമ്പെട്ടികളെ. എന്തോ? ആ, കിലുക്കാമ്പെട്ടികളാ കിലുങ്ങുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ ഒരു റേഡിയോയുടെ പേരും ടീച്ചർമാർ ഇട്ടിരിക്കണ എന്താണ്? കിലുക്കാമ്പെട്ടി. അപ്പോൾ നിങ്ങളിങ്ങനെ കിലുങ്ങണ രസമായിരിക്കും ആ റേഡിയോയിലൊക്കെ കേൾക്കുന്നുണ്ടാവുക അല്ലേ? റേഡിയോയിലേക്ക് നമുക്ക് പോവാം. റേഡിയോയിലത്തെ എല്ലാ പരിപാടികളും നമ്മളിവിടെ അവതരിപ്പിക്കും. റേഡിയോയിൽ നിങ്ങൾ പാട്ട് പാടാറുണ്ട്. പാടാറില്ലേ? റേഡിയോയിൽ എന്തൊക്കെ പരിപാടികളുണ്ടാവും? വേറെ വാർത്തകൾ കേൾക്കും. പിന്നെ വേറെ എന്തൊക്കെ പരിപാടികളാണ്? പാട്ട് കേൾക്കും. ആ, കിലുങ്ങി തുടങ്ങി. ആ, പിന്നെ മേഘയ്ക്ക് എന്തോ പറയാനുണ്ട്? ഫുട്ബോൾ മത്സരത്തിന്റെ തത്സമയം. ഇത് അവിടെ ഇത് കിലുക്കാമ്പെട്ടി മാത്രമല്ല, അതിൻ്റെയൊക്കെ അപ്പുറമാണ്. ഓക്കെ, കമൻട്രി പറയും അല്ലേ? ആ, പിന്നെ വേറെന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ കൂടെ അഭിമുഖം നടത്തും. നിങ്ങളുടെ സ്കൂളിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ അറിയാത്ത അമ്മമാരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ IT ആറ്റ് കടക്കരപ്പള്ളി കുട്ടീസ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമുണ്ട്. എനിക്ക് വയ്യ. IT ആറ്റ് കടക്കരപ്പള്ളി കുട്ടീസ്. കടക്കരപ്പള്ളി കുട്ടീസ്. ഈ കമ്പ്യൂട്ടർ വെച്ച് നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും, കുറേ കളികൾ കളിച്ചിട്ടുണ്ടാവും. കൈ പൊങ്ങി കൊടുക്കുക. മേഘ മേഘ റെഡിയായി.
കളിച്ച ഒരു കളി. ഈ ക്യൂബ് സ്റ്റോറീസ്. ഈ ക്യൂബ് സ്റ്റോറി കളിച്ചു. സാറിന്റെ ഹൃദയം തൊട്ടു. മാത്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കളി കളിച്ചു. എന്താ? ടെക്സ് മാക്സ്. എന്താണ്? ടെക്സ് മാക്സ്. ടെക്സ് മാത്തും കളിച്ചു. ടെക്സ് മാക്സ്. ഓക്കെ. അത് കളിച്ചപ്പോൾ എന്താ മാത്സുമായി ബന്ധപ്പെട്ട കണക്കുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അത് എന്ത് കണക്കാ അതിലുണ്ടായിരുന്നത്? അത് ഓരോരോ ചോദ്യങ്ങള് മേളിൽ നിന്നും താഴെ വീഴും. അത് നമ്മൾ വേഗത്തിൽ അടിച്ചെടുക്കണം. ഒരു പെൻകിനാണ് അതെല്ലാം നോക്കുന്നത്. ടക്സ്, അതാണ് ഈ ടക്സ്. അതിനകത്ത് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. അങ്ങനെ തെറ്റിയാൽ എന്ത് സംഭവിക്കും മോനെ? തെറ്റിയാൽ നമ്മളുടെ പെൻഗ്വിന്റെ തലയിൽ വീണ് പെൻഗ്വിൻ രക്ഷപ്പെടും. അയ്യോ, രക്ഷപ്പെടുവോ? അപ്പൊ പ്ലസ് വീഴുമ്പോഴേക്കും നമ്മൾ കൂട്ടണ. പ്ലസ് വീണ് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് കൂട്ടി അതിനെ വേഗം ചെയ്യണം. ലാസ്റ്റ് എല്ലാം നമുക്ക് ശരിയായ അത് യു ആർ ബ്രില്യന്റ് എന്ന് പറഞ്ഞു. അവസാനം യു ആർ ബ്രില്യന്റ് പറയൂ അല്ലേ? അതവന് കിട്ടിയിട്ടുണ്ട്. ഫുള്ള് ശരിയായിട്ടുണ്ടോ മോനെ? ബ്രില്യന്റ് ആയിട്ടുണ്ടാ? പിന്നെന്തായിരുന്നു അത്? പടം വരയ്ക്കാനുണ്ട്. പടം വരയ്ക്കാനുണ്ട്. പടം വരച്ചോ? എന്തൊക്കെ പടാ വരച്ച്? ഞാൻ വരച്ച പടങ്ങൾ പറഞ്ഞ മോനെ. ഞാൻ മല വരച്ചിട്ടുണ്ട്, സൂര്യാസ്തമയം വരച്ചിട്ടുണ്ട്, ഞാൻ വീട് വരച്ചിട്ടുണ്ട്. വീട് വരച്ചിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? ഞാൻ സ്പേസ് വരച്ചിട്ടുണ്ട്. സ്പേസും വരച്ചു. സ്പേസ് എല്ലാ ഭൂമിയും സൂര്യനും ഇതെല്ലാം വരച്ചിട്ടുണ്ട്. സൗരയൂഥം വരച്ചല്ലേ? സൗരയൂഥം. സ്പേസ് വരച്ചു. മേഘ എന്താ വരച്ചത്? കുറച്ച് കുട്ടികൾ സ്കൂളിന്റെ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നതായിട്ട്. അതൊക്കെ വരച്ചു. മോളെന്താ വരച്ചത്? പൂവ്. പൂവ് വരച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട്? കടലാസി വരയ്ക്കുന്നതാണോ ഈ സാറ് പറയുന്ന പോലെ കമ്പ്യൂട്ടർ വരയ്ക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് അതിൽ രണ്ടിലും വരയ്ക്കുന്ന ഇഷ്ടം. രണ്ടിലും ഇഷ്ടം. കമ്പ്യൂട്ടറിൽ നിന്ന് കഥകൾ കേട്ടിട്ടുണ്ടോ? ഈ ക്യൂബിൽ ഞാൻ ഒരു കഥയുള്ള ലിറ്റിൽ പെയിന്റേഴ്സ് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ക്യൂബിൽ വായിച്ച കഥയുടെ പേരാണ് മൈ ഹോം. മൈ ഹോം വായിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അത് എന്തൊക്കെയാന്ന് അവര് പറഞ്ഞുതരും. നമ്മളത് വായിക്കുക, അതിനൊപ്പം ചെയ്യണം. എന്നിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഒരു 2 സെന്റൻസ് പറഞ്ഞേ മൈ ഹോമിനെ പറ്റി. മോളുടെ വീടിനെ കുറിച്ചിട്ട്. മൈ ഹോം ഈസ് എ ബ്യൂട്ടിഫുൾ ഹോം. ഐ ലവ് മൈ ഫാമിലി. ഐ ആം സ്റ്റഡിങ് ഇൻ 4th സ്റ്റാൻഡേർഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. അതാണ്. നന്നായി. ഓക്കേ. മോള് പറഞ്ഞേ. ഞാൻ ഇതുപോലെ മൈ ഹോം വായിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ആക്ടിവിറ്റിയും ചെയ്തിട്ടുണ്ട്. ഏത് ആക്ടിവിറ്റിയാ മോള് ചെയ്തത്? ഡ്രാഗൺ ഡ്രോപ്പ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അത് ചെയ്തു. പിന്നെ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ചെയ്തു. ഈ ക്യൂബ് ചെയ്തതിന് ശേഷം കുറെ പറയാനും വായിക്കാനും പറ്റുന്നുണ്ട്. ആണോ? എന്നോടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചേ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് പീയൂഷ്. ചോദിച്ചോ, ആരോട് വേണം ചോദിച്ചോ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? കഞ്ഞി ചമ്മന്തി. മോളുടെ എന്താണ്? ഇനി അങ്ങോട്ട് വയ്ക്കാമല്ലോ എനിക്ക്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഇടിയപ്പം ആൻഡ് പൊട്ടറ്റോ കറി. ഓ ഗ്രേറ്റ്. ഇടിയപ്പം ആൻഡ് പൊട്ടറ്റോ കറി. പൊട്ടറ്റോ കറി. കൊള്ളാം. അപ്പോൾ എന്താ ഷാനവാസ് സാറിന് എന്ത് സന്തോഷമാണെന്നറിയാം. നിങ്ങൾ ഈ ക്യൂബ് വെച്ചിട്ട് ഇത്രയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു പറഞ്ഞു. ഷാനവാസ് സാറിന് മാത്രമല്ല, കേരള സംസ്ഥാനം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും നിങ്ങളുടെ ഇംഗ്ലീഷ് ഈ ക്യൂബ് ഉണ്ടാക്കിയവരില്ലേ? ഇല്ലേ? അവർക്ക് എന്ത് സന്തോഷമായിരിക്കും ഇതൊക്കെ കാണുന്നത് അല്ലേ? അവരുടെ എല്ലാം പേരിതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉമ്മ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് മനസ്സിലായല്ലോ മോളെ. ഞാൻ അത്രയേ ഉള്ളൂ. കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്നവർക്ക് വലിയ ഉഷാറുണ്ടാവുമോ? ഭയങ്കര ഹെൽത്തി ഫുഡാണ്. എന്താണ് ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ? ആരോഗ്യം വരുന്ന ഫുഡ്. നല്ല ആരോഗ്യം വരുന്ന ഫുഡ്. ഒരു ഫുഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? വിറ്റമിൻ വേണം. കാൽസ്യം അല്ലേ? പറഞ്ഞേ. അന്നജം. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ആരോഗ്യം, ആഹാരം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം നിങ്ങളുടെ വീഡിയോയിൽ കണ്ടു. നിങ്ങൾ ഏതാണ്ട് കൊയ്ത്തിന് പോയതായിട്ട് നെൽപ്പാടത്ത്. അത് നിങ്ങൾ പോയതാണ്. എന്താ പരിപാടി അവിടെ? സ്കൂളിലെ ഹരിശങ്കറിന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് നെല്ല് കിട്ടിയത്. ഞങ്ങൾ അത് സ്കൂളിൽ കൊണ്ടുവന്ന് പാട്ട് പാടി മെതിച്ചു. എനിക്ക് ഇപ്പൊ കേൾക്കേണ്ടത് ആ പാട്ടാണ്. ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല എന്തിനും ചോടാണ്
ചോട് കെട്ടിപ്പോകണത് തേങ്ങാച്ചോടാണ്. ചോട് കെട്ടിപ്പോകണത് ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല. വെരി ഗുഡ്. ഓ കൊള്ളാം. അപ്പൊ ഇതൊക്കെ പാടിയാണ് നിങ്ങൾ അത് മെതിച്ചത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ കൊയ്തപ്പോഴും പാട്ട് പാടി. ഇതാണോ പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പാട്ടെന്നോ പാടാമോ പൂങ്കുയിലെ എന്നൊക്കെ ഒരു പാട്ട് കേട്ടല്ലോ ഇതിനിടയിൽ? അതറിയാമോ നിങ്ങൾക്ക്? എന്നാ പഠിക്കും. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടെന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. ഞാറു കുത്തി കേറി വരുമ്പോ എന്നാലും തമ്പ്രാന് തീണ്ടലാണ്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടെന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. കൊള്ളാം. ഈ പൂങ്കുയിൽ പക്ഷി നിങ്ങളുടെ സ്കൂളിനടുത്തൊക്കെ ഉണ്ടോ? പാട്ട് പാടുന്ന പൂങ്കുയിൽ എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ പൂങ്കുയിൽ പക്ഷിയുടെ കളർ എന്താ? കറുപ്പ്. കറുപ്പ്. വളരെ ശരിയാണ് മോളെ. പിന്നെ വേറൊന്നും എനിക്ക് അറിയാനുള്ളത് ഇതാണ്. ഈ കുരിയാല എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അത് ഇട്ടി അച്യുതന് മരിച്ചിട്ട് പ്രാർത്ഥിക്കണ സ്ഥലം. അതാണ് ഈ കുരിയാല എന്ന് പറയുന്നത്. എനിക്ക് അത്ര വലിയ പരിചയമില്ല, കേട്ടിട്ട് ഇങ്ങനെ ഉണ്ട്. ഓക്കെ. ഇട്ടിയച്യുതൻ്റെ കുരിയാല എന്തിനാ നിങ്ങളുടെ സ്കൂളിൽ? ഈ സ്കൂളിലാണോ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സ്കൂളിന് അടുത്താണ് ഇട്ടി അച്യുതൻ വൈദ്യരുടെ തറവാട്. കൊല്ലാട്ട് തറവാടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഒന്ന് ആ കുരിയാലയാണ്. ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു ബലിപ്പുരയാണ് ആ കുരിയാല. അവിടെ പോയി ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട് സംരക്ഷിക്കുകയാണ്. കാരണം ഏക സ്മാരകം മാത്രമാണ്. ഒറിജിനൽ കുരിയാലയാണ് കാണിച്ചത്. ഒറിജിനൽ കുരിയാലയാണ്. മനസ്സിലായി. അപ്പൊ ഇനി ഇട്ടിയച്യുതൻ ആരാന്ന് എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് മനസ്സിലായില്ല. ഓർത്തൂസ് മലബാർ ഇക്കേഴ്സ് എന്ന ഔഷധ സസ്യങ്ങളുടെ പുസ്തകം എഴുതാൻ സഹായിച്ച ഇതാണ് ഇട്ടിയച്ചത്. അപ്പൊ ഈ പുസ്തകം എന്തിനെ കുറിച്ചുള്ള? വൈദ്യത്തെ കുറിച്ചാണോ, രോഗത്തെ കുറിച്ചാണോ, എന്തിനെ കുറിച്ചുള്ള പുസ്തകമാണ്? ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള. ആണോ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇട്ടിയച്യുതനാണ് ആ പുസ്തകം എഴുതാൻ വേണ്ടി സഹായിച്ചത്. ആരെ സഹായിച്ചു പറയൂ? അതിന് ഓർത്തൂസ് മലബാറിക്കൂസ് എന്ന ബുക്ക് എഡിറ്റ് ചെയ്തത് വാൻഡ്രീഡ് എന്നൊരു ഡച്ചുകാരനാണ് അല്ലേ? ഹെൻറിക് വാൻഡ്രീഡ്. ഇനി പറയുമ്പോൾ അങ്ങനെയും കൂടി പറഞ്ഞു. എന്ത് വാൻഡ്രീഡാണ്? ഹെൻറിക് വാൻഡ്രീഡ്. അതിന് 3 പേരെ കൂടി സഹായിച്ചു. ആരൊക്കെയാണ് പറയുന്നത്? നോക്കട്ടെ, ഇവർക്ക് ഒരുപാട് കാര്യം അറിയാട്ടോ. വിനായകഭട്ട്, അപ്പുഭട്ട്, രംഗഭട്ട്. അവരെന്തിനാ സഹായിച്ചു? ചിത്രം വരയ്ക്കാനാണോ? ഇനി ഇട്ടി അച്യുതന് വേണ്ടത്ര ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. അപ്പൊ അവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന 3 പേരായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. അവരാണ് വാൻഡ്രീഡ് എന്ന് പറഞ്ഞ ഡച്ചുകാരന് ഇതിനെ കുറിച്ച് പറഞ്ഞു. വാൻഡ്രീഡ് ആരായിരുന്നു? ഡച്ച് ഗവർണർ ആയിരുന്നു വാൻഡ്രീഡ് അല്ലേ? ഈ അദ്ദേഹത്തിന് ഡച്ചിൽ വല്ല പുസ്തകം എഴുതിയാൽ പോരെ? എന്തിനാണ് നമ്മുടെ ചെടികളെ കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതാൻ പോയത്? സസ്യങ്ങളെ കുറിച്ച് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കും. നമ്മുടെ മാത്രം പരിമിതമായ ഒരു അറിവായിട്ട് നിൽക്കാൻ പാടില്ല അല്ലേ? ഈ ഒരു ഭാഗത്തെ എന്ന് അദ്ദേഹം പറയുന്നതാണ്. ഈ ഒരു ഭാഗത്തെ ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളില്ല. ചെടികളെക്കുറിച്ച്, അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഒക്കെ അറിയാം. ഇട്ടിയച്യുതനും കൂട്ടായിരിക്കും. 1000-700-ലധികം സസ്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ മരുന്ന് കൂട്ടുകൾ, 2500-ലധികം മരുന്നുകൾ അതിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച്, അതിൻ്റെ രീതിയെക്കുറിച്ച്, ഓരോ സസ്യത്തിൻ്റെയും പ്രത്യേകതയെക്കുറിച്ച് അതിൻ്റെ ചിത്രങ്ങൾ വരെ വെച്ചുകൊണ്ട് മുഴുവൻ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ പറഞ്ഞ രംഗഭട്ടും വിനായകഭട്ടും ഒക്കെ സഹായിച്ചത്. മനസ്സിലായോ? അങ്ങനെ വലിയൊരു പുസ്തകം. അത് അത്ഭുതമായിരുന്നു. അതിലാദ്യം എഴുതിയേക്കുന്ന ഔഷധ സസ്യം തെങ്ങാണ്. തെങ്ങ്. അപ്പൊ തെങ്ങിന്റെ ചിത്രമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതെ, ഞാനിതൊക്കെ അവരോട് പറയണോ? ഈ കുട്ടികളുടെ തലയിൽ ഇതൊക്കെ കേൾക്കണോ? തീർച്ചയായിട്ടും. ഇത്ര അറിവ് അതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഔഷധ സസ്യ ഉദ്യാനം ഉണ്ടോ? ഇട്ടി അച്യുതനെ ആരാധിച്ചാൽ മാത്രം പോരാ, അദ്ദേഹം നിലനിർത്താൻ നോക്കിയ ചെടികളുണ്ടല്ലോ. ഏതാ? മുയൽച്ചെവിയൻ മരുന്ന് ചെടിയാണ്. പിന്നെ വേറെ? തുളസി. ആടലോടകം ഉണ്ട്. പനിക്കൂർക്ക, മഞ്ഞൾച്ചീര. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഇട്ടിയച്യുതനെ കുരിയാല പോയി നോക്കിയാൽ കറ്റാർവാഴ. അപ്പോൾ എന്ന് മാത്രമല്ല, നിങ്ങൾ കുറച്ചുകൂടി വിപുലമായിട്ട് ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളുടെ നാട്ടിൻ്റെ ഒരു പെരുമ
അല്ലേ? ഇട്ടി അച്യുതനിലൂടെ നിങ്ങൾക്ക് കിട്ടിയ നാടിൻ്റെ പെരുമയും അറിവും അത് നിങ്ങളുടെ പൂർവികരുടെ അറിവാണ് മക്കളെ. അതാണ് വാൻഡ്രീഡ് പറഞ്ഞത്, ഇത്രമാത്രം അറിവും സമ്പാദ്യമുള്ള അറിവിൻ്റെ സമ്പാദ്യമുള്ള വേറൊരു ജനതയെ അദ്ദേഹം ലോകത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം 30 കൊല്ലം എടുത്തു ഇതിനെപ്പറ്റി പഠിക്കാനും ഇത് എഴുതാനും ഒക്കെ ആയിട്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം എവിടെ കിടക്കുന്ന ആളാണ്? അങ്ങ് നെതർലാൻഡ്സിൽ, അല്ലേ? ഡച്ച് എന്നൊക്കെ പറഞ്ഞ നെതർലാൻഡ്സ്, അവിടെയുള്ള അദ്ദേഹം പറഞ്ഞതാണ് ഇത്ര മഹത്തായ ജനങ്ങളെ, മഹത്തായ അറിവും അദ്ദേഹം വേറെ കണ്ടിട്ടില്ല. അത് മനസ്സിലാക്കുക. ഇതിനോടൊപ്പം എനിക്ക് നിങ്ങളുടെ 150 പരിപാടി കേൾക്കണം. എന്താ 150 പരിപാടി? അതന്നെ, ഹരിതാമൃതം. നിങ്ങൾ പിന്നെ ഇട്ടി അച്യുതൻ്റെ എന്താ അതിൻ്റെ പേര് പറഞ്ഞേ? അത് കണ്ടപ്പോൾ ഇത്രയും കാര്യം പഠിച്ചില്ലേ? അപ്പൊ കൃഷിയെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചതെന്നൊക്കെ അറിയണം. കൃഷിയിലൂടെ ഞങ്ങൾ അക്ഷരങ്ങളും പഠിച്ചു, അക്കങ്ങൾ പഠിച്ചു, തൂക്കങ്ങൾ പഠിച്ചു, അളവുകൾ പഠിച്ചു, പിന്നെ പാട്ട്, കവിത, പഴഞ്ചൊല്ല്, കടങ്കഥ അങ്ങനെയൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ചൊല്ലുകൾ അറിയോ? പറയട്ടെ, പഴഞ്ചൊല്ലുകൾ അറിയോ കൃഷിയുമായി ബന്ധപ്പെട്ട്? എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നെ. ആദ്യം പറഞ്ഞത് പറഞ്ഞോളൂ. വിത്ത് ഗുണം 10 ഗുണം. വിത്ത് ഗുണം 10 ഗുണം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല്. മരമറിഞ്ഞ് വിതയ്ക്കണം. മരമറിഞ്ഞു വിതയ്ക്കണം. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. ഓ, വിത്താഴം എന്നാൽ പത്തായം നിറയും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേണമെങ്കിൽ ചക്ക വേരിലും. അപ്പൊ അങ്ങനെ കുറെ. അപ്പൊ അതിൽ പെട്ടതാണെന്ന് പാടത്ത് പണി വരമ്പത്ത് കൂലി. ഇനി എന്താ പഠിച്ചത്? ഈ 150 പണിയിൽ ഞാൻ അടുത്ത പണി പറ. അക്ഷരങ്ങള്. അക്ഷരങ്ങൾ എങ്ങനെയാ പഠിച്ചേ? ഞങ്ങക്ക് ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു മരത്തില് ഒരു അക്ഷരം ഒരു കാർഡ്ബോർഡ് എഴുതുക, അതിന്റെ പുറകില് ആ അക്ഷരം വെച്ച് വാക്ക് എഴുതിയിട്ട് നൂലില് കെട്ടിയിട്ട് അത് ആ മരത്തിൽ തൂക്കുക. അത് ഹരിതാമൃതത്തിന്റെ ഭാഗം. അക്ഷരം അങ്ങനെ ഞങ്ങൾ പഠിച്ചു. സാർ മാഷ ഈ പദ്ധതി ഒന്ന് കൃത്യമായിട്ട് പറയാം, നല്ല ഒരു അതിൻ്റെ ഒരു വിശദീകരണം. ഹരിതാമൃതം എന്ന പദ്ധതി നമ്മൾ കോവിഡ് കാലത്ത് ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു. അത് 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠനശേഷികൾ 150ഓളം പ്രവർത്തനങ്ങളിലൂടെ കോവിഡ് കാലത്ത് സ്കൂൾ അടഞ്ഞു കിടന്നപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒപ്പം മെയ് അവസാനം ഒരു പിടി നെല്ല് കുട്ടികൾക്ക് കൊടുത്തു. ആ നെല്ലാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ എണ്ണം അളക്കുക, ഊഹം അളക്കുക. പാടം എന്ന് പറഞ്ഞാൽ കരനെല്ലായിരുന്നു. അപ്പോൾ കരനെല്ല് 3 മീറ്റർ നീളം 2 മീറ്റർ വീതിയിൽ ഒരു പാടം ഒരുക്കുക. തുടർന്ന് നമ്മൾ അതിൻ്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ഇപ്പോൾ 4ാം ക്ലാസ്സിലെ സീഡ് ഓഫ് ട്രൂത്തിൽ എ ലിറ്റിൽ സീഡ് ഫോർ മീറ്റ് സോ എന്നൊരു പോയം. അപ്പോൾ ഈ 1 മുതൽ 4 വരെ ക്ലാസ്സിലെ ഓരോ വിഷയങ്ങളിലെയും ഓരോ പഠന പ്രവർത്തനങ്ങൾ കുട്ടികളും രക്ഷിതാക്കളും കൂടെ ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്തിരുന്ന പ്രവർത്തനങ്ങളായിരുന്നു. അപ്പം മാഷെ, നമ്മൾ കുറേ നേരം കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു അല്ലേ? പക്ഷെ നിങ്ങളോട് ഞങ്ങൾ ഇത്രയും സംസാരിച്ചത് എന്താണെന്നറിയാം? സംസാരിക്കാൻ എന്ത് രസമായിരുന്നു. നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമായിരുന്നല്ലേ? ഞങ്ങൾ ചോദിച്ചിട്ട് അറിയാൻ മേലാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പം ഇനിയും തിരിച്ചു പോയിട്ട് എന്താ ചെയ്യേണ്ടത്? മാഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ചെയ്യുമോ? ഇനിയിപ്പം നമുക്ക് ബാക്കി എന്താ ഉള്ളത്? നിങ്ങൾ റേഡിയോയിൽ പാടിയ പാട്ട് പാടിയില്ലല്ലോ ഇതുവരെ. പാടിയോ? അത് കേൾക്കണ്ടേ? അതുകൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഇനി നമുക്ക് റേഡിയോയിൽ പാടിയ പാട്ട് പാടാം. ഒരു 10-200 ആനച്ചുവടൻ പപ്പടം ഒരു വക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകം ഒരു വക നാരങ്ങാക്ക. നിങ്ങളെല്ലാവരും ഒത്തിരി അറിവുള്ള കുഞ്ഞുങ്ങളാണ്. ഇനിയും അങ്ങനെ തന്നെ വായിച്ച് വളരണം. നിങ്ങളെ ഇങ്ങനെ അറിവും ആത്മവിശ്വാസവും ഉള്ളവരാക്കി ഇവിടെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ടീച്ചേഴ്സ് അല്ലാതെ വേറെ ടീച്ചേഴ്സും സ്കൂളിലില്ലേ? അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും അഭിനന്ദനവും അറിയിക്കണം. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് സ്കൂളിന്റെ സ്കോറാണ്. അതിനായി ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു സെഗ്മെന്റുമായി തിരിച്ചു വരാം. ഹരിത വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജൂറിയുടെ വിശദമായ വിലയിരുത്തൽ കഴിഞ്ഞു. സ്കൂളിന്റെ മുൻകാല പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് അന്തിമ ഫലം പറയുക. സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ കണ്ട് മടങ്ങിവരാം.
ഇട്ടി അച്യുതൻ കുര്യാല സംരക്ഷണം ഉൾപ്പെടെ തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കടക്കരപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിന് ജൂറി നൽകുന്ന സ്കോർ 89. ഒന്നിച്ചു വളർന്ന് ഒന്നായി മുന്നേറുന്ന മാതൃകകൾ കാഴ്ചവെക്കുന്ന ഹരിത വിദ്യാലയത്തിന്റെ അനുഭവങ്ങൾ കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സ്കൂളിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.